ഹലോ ഗൈസ്. സോ എല്ലാവരും എന്തെടുക്കുകയാണ്? അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മളെ ചാനൽ എന്ന് തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നത്. സോ ചാനൽ തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് ഞാനൊരു മുട്ടദോശ ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാനൊരു മുട്ടദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിങ്ങനെ ഗാലറി ക്ലിയർ ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ വീഡിയോസ് എടുക്കുന്നതിലും ഇപ്പോഴത്തെ വീഡിയോ എടുക്കുന്നതിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ പറയാം. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്തായാലും. സോ വെൽക്കം ടു ലൈഫ് വിസ്റ്റ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടദോശയാണ്. സോ അതിന് നമുക്ക് വേണ്ടത് ഒരു മുട്ട, സവാള, അതേപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഞാൻ എല്ലാത്തിലും മല്ലിച്ചപ്പിടും. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുവാണ്. സോ നമുക്കിതെല്ലാം ആദ്യം ഒന്ന് അരിഞ്ഞ് വെക്കാം. ഞാൻ എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാം ആദ്യം ഒന്ന് വൃത്തിക്ക് അരിഞ്ഞ് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നമുക്കിനി മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതായത് എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് പാത്രമൊക്കെ മാറ്റാം. കുഞ്ഞു പാത്രത്തിൽ തന്നെ എടുക്കണം. ഞാനൊരു ഭംഗിക്ക് എടുത്തതേ ഉള്ളൂ. സോ നമുക്ക് അതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ അതൊക്കെ ഇട്ട് കൊടുക്കാം. സോ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഉപ്പും കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. നോർമൽ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഫോർക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും. സോ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് അരിയാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. സോ കുറച്ച് ഇതാക്കിയിട്ട് കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ട് ആ സവാളയൊന്ന് നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. സോ സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു മിക്സ്, മല്ലിച്ചപ്പും പച്ചമുളകും അടങ്ങുന്ന മിക്സ് അതിനകത്തേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സവാളയൊന്ന് നന്നായിട്ട് മിക്സായി വന്നെന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളുടെ പച്ചമുളകും അതേപോലെ തന്നെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നാൽ മതി. ജസ്റ്റ് അതായത് പച്ചമുളകിൻ്റെ എരിവ് അധികം അങ്ങ് സ്പ്രെഡ് ആവണ്ടല്ലോ. സോ അതുകൊണ്ട് നമുക്ക് ഒന്ന് അത് ബീറ്റ് ചെയ്തെടുത്തിരുന്നാൽ മതി. സവാളയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ടത്. കാരണം സവാളയാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മിക്സ് ആകാൻ കുറച്ച് പാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളുടെ ഏത് പാത്രത്തിലാണോ നമുക്ക് ദോശ ഉണ്ടാക്കേണ്ടത് ആ ദോശ ഉണ്ടാക്കുന്ന പാത്രം വയ്ക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രം ഞാൻ വെക്കുകയാണ്. മുട്ടദോശ ആദ്യമായിട്ടാണ് ഞാൻ ആക്ച്വലി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മളുടെ ദോശമാവാണ്. ഉപ്പെല്ലാം ഇട്ട് നല്ല വൃത്തിക്ക് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഉള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ. സോ നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഗീ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. സോ ഞാനിത് വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ദോശയുടെ മാവ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് പരത്തി കൊടുക്കാം. നോർമലി ദോശ ചുടുന്ന പോലെ പരത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്ക് മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്വതവേ ദോശ അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. ദോശ അതായത് ആ ഒരു ദോശ അങ്ങനെ വട്ടത്തിൽ പരത്താൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിലൊക്കെ ഇരിക്കുന്നത്. സോ നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. സോ നമ്മൾ വൃത്തിക്ക് ചെയ്യുക, ഷേപ്പൊന്നും വേണമെന്നില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് ഒരു 2-3 മിനിറ്റ് ആ ഒരു ദോശ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോഴിമുട്ടയുടെ മിക്സ് അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. സോ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് കിട്ടുന്ന പോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ആ ഒരു ബീറ്റ് ചെയ്ത ഫോർക്ക് തന്നെ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സോ നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാം. എനിക്കിപ്പം കാരണം അതിൻ്റെ അടപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചില്ല. ഞാനൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ആക്ച്വലി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് സവാളയൊക്കെ ഒന്ന് വേവണമല്ലോ. സോ നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടും. ആ ഒരു ദോശ നന്നായിട്ടൊന്ന് മൊരിയുകയും ചെയ്യും. ഒന്ന് വെന്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ദോശ ഒന്ന് മറിച്ചിടാം കേട്ടോ.
മറച്ചിട്ടിട്ട് വേവിക്കുക. അതാകുമ്പോൾ കാരണം നമുക്ക് മറ്റേ സൈഡിലാണല്ലോ മുട്ട വരുന്നത് ഈ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടയും കൂടെ വേവേണ്ടതുകൊണ്ട് നമുക്കിത് മറച്ചിടണം. എനിക്ക് ഈ ഒരു സ്കില്ല് ഒട്ടുമില്ല, മറച്ചിടാനുള്ള സ്കില്ലും എനിക്ക് ഒട്ടുമില്ല. അതുകൊണ്ടാണ് ആ സൈഡ് പൊട്ടിപ്പോയത്. അതെനിക്ക് എല്ലാ പ്രാവശ്യം മറച്ചിടുമ്പോഴും പറ്റാറുണ്ട്. എനിക്ക് അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമാണ് എനിക്ക് വട്ടത്തിൽ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. എനിക്കത് ബുദ്ധിമുട്ടാണ്, ഞാൻ വളരെ പാടാണ്. അത്രയും വലിയ ദോശ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സാധനങ്ങളും ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെയാവുന്ന സമയത്ത് ഭയങ്കര പാടാണ് അതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പം നോർമലി ഒരു ചെറിയ കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഈസി ആയിട്ട് എടുക്കും കേട്ടോ. ഇനി നമ്മൾ തിരിച്ചിട്ടാണ് ദോശ വീണ്ടും, അതായത് നമുക്കത് മടക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറച്ചിട്ട് ദോശ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് അത് മടക്കിയെടുക്കുവാണ്. എനിക്കിങ്ങനെ മടക്കിയെടുക്കാൻ അറിയത്തില്ല, കാരണം എനിക്ക് ഓർമ്മയില്ല ഞാനത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാനത് മറച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് മറച്ചിടാൻ മടക്കാൻ എനിക്കിത് കുറച്ച് പ്രയാസമായിരുന്നു. സോ അങ്ങനെ നമ്മൾ മടക്കിയെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളൊരു പാത്രം സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ട ദോശ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാം. സോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ഇങ്ങനൊരു മൊമെൻറ്റിന് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ആ വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.